ശല്യക്കാരായിട്ടാണ് പലരും കാണുന്നത്. അപ്പോൾ സജീവമായ ഒരു പൊതുജനത്തിന് മറുപടി കിട്ടിയതിൽ വളരെ സുഖമുള്ളവരാളിങ്ങനെ ഞാൻ വേറെ റോട്ടെ പിടിച്ചു തരാം. കുഴപ്പമില്ല. സ്പീഡ് കുറച്ചെല്ലാം നിർത്തുകയും ചെയ്യുന്നത് ചേട്ടനെ ഓടി യാത്രക്കാരിൽ നിന്നൊക്കെ കൃത്യമായി പൈസ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ കയറിയാണോ? നിർബന്ധമാണെന്നല്ല, ഇവിടെ കയറിയാൻ പറ്റും. നേരിട്ട് വന്നിട്ടുണ്ടല്ലേ? പല സ്ഥലത്തുനിന്നും വരുന്ന ആൾക്കാരല്ലേ, നമ്മളെ നാടിനൊരു നാണക്കേടാ. പ്രത്യേകിച്ചും കൊല്ലത്തിൻ്റെ ആൾക്കാർ കള്ളന്മാരാന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും എംഇഡിയോട് വിശ്വാസം കൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിലും ഈ ഒരു ചെക്കിങ് കാരണമായി എന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം. അവിടുന്ന് ആശ്രമ മൈതാനത്തേക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് ഒരു ഓട്ടോ അടിക്കുമ്പോൾ 80 രൂപ. റെയിൽവേ സ്റ്റേഷൻ കയറിയാണോ? നിർബന്ധമാണെന്നല്ല, ഇവിടെ കയറിയാൻ പറ്റും. നേരിട്ട് വന്നിട്ടുണ്ടല്ലേ? നിങ്ങൾ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ നമ്പർ ഉണ്ടല്ലോ, അതിൽ നമുക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, നമ്പറിൽ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. ഇവർ പറയുന്നത് കേട്ടോ, ഞങ്ങൾ കണ്ണുകൊണ്ട് മീറ്റർ ഓണാക്കാന്നുള്ള ധൈര്യമുള്ളത് ഞങ്ങൾക്ക് വലിയൊരു കോംപ്ലിമെന്റാണ്. ഞങ്ങളെ ശല്യക്കാരായിട്ടാണ് പലരും കാണുന്നത്. അപ്പോൾ സജീവമായ ഒരു പൊതുജനത്തിന് മറുപടി കിട്ടിയതിൽ വളരെ സാധാരണ യൂണിഫോം കാണുമ്പോൾ മാറി പോകുന്ന ആൾക്കാർ സേവനം കിട്ടുമെന്നുള്ള പ്രശ്നമായിട്ടാണ് ചെക്കിങ് ആക്കി വിചാരിച്ചു. നിങ്ങൾ മീറ്റർ ഓണാക്കി കൊടുക്കുന്നവരെയാണ് പല സ്ഥലത്തുനിന്നും വരുന്ന ആൾക്കാരല്ലേ, നമ്മളെ നാടിനൊരു നാണക്കേടാ. പ്രത്യേകിച്ചും കൊല്ലത്തിൻ്റെ ആൾക്കാർ കള്ളന്മാരാന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ശരിയല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട നമ്മുടെ കടമയല്ല. വടക്കുള്ളവർ പറയുന്നതേ, പ്രത്യേകിച്ച് കാസർഗോഡ് അവരെല്ലാം പറഞ്ഞാൽ ആദ്യം പാമ്പിനെ കണ്ട് ആളിനെ കണ്ട് കൊല്ലക്കാരെ കണ്ടു കഴിഞ്ഞാൽ പാമ്പിനെ പിന്നെ കൊല്ലണം. ആദ്യം തെക്കനെ കൊന്നിട്ട് വേണം പാമ്പിനെ കൊല്ലാൻ പറയുന്നത്. ഇത്തരത്തിലൊക്കെ ഈ പേരുണ്ട്, നേരത്തെ നമ്മളൊന്നും ഉണ്ടാക്കിയതല്ല. ഞങ്ങൾ കണ്ടില്ലേ, ഇത് വർക്കിംഗ് ആണോ? അത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒന്ന് സീറോ വയ്ക്കാൻ നോക്കട്ടെ. ഞങ്ങൾ കണ്ട സ്പീഡ് കുറച്ചെല്ലാം നിർത്തുകയും ചെയ്യുന്നത് ചേട്ടനെ ഓടി പോലെ യാത്രക്കാരിൽ നിന്നൊക്കെ കൃത്യമായി പൈസ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. ലൈസൻസ് ഉണ്ടോ കയ്യില്ല? 3 ഇറങ്ങിയാണ്. സുഖമുള്ളവരാളിങ്ങനെ ഞാൻ വേറെ റോട്ടെ പിടിച്ചു തരാം. കുഴപ്പമില്ല. മത്സരിക്കേണ്ടവരാണ് അവർ പോട്ടെ. നമുക്ക് വേറെ വണ്ടി പിടിച്ചു തരാം. 4 പേര് വിടാൻ പറ്റില്ല കേട്ടോ. ഇത്തരം മറ്റു ലക്ഷണം 2 പേരെ അടുത്ത വണ്ടിയിൽ പോകാം കേട്ടോ. പിന്നെ 3 പേർക്കേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ കളക്ട് ചെയ്തു അതിന് വണ്ടി ഉടനെ വിടാം കേട്ടോ. എംവിഡി നിൽക്കുന്നുണ്ടെന്ന് ഓട്ടോ വിളിച്ചാൽ അധികം പറ്റി പൈസ മേടിക്കാമെന്ന് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അവിടെ അല്ല, നേരത്തെ ഒരു ഓട്ടോക്ക് മീറ്റർ ഓണാക്കി കൊടുക്കുന്ന സാറ് കണ്ട് അപ്പം നിന്ന് അവിടുന്ന് ആശ്രമ മൈതാനത്തേക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് ഒരു ഓട്ടോ അടിക്കുമ്പോൾ 80 രൂപ. ബാക്കിൽ അടിക്കുമ്പോൾ 60ആയി. പിന്നെ വേറെ ആൾ അടിക്കുമ്പോൾ 40 പോയി. പക്ഷെ മീറ്റർ 35 അങ്ങനെ എന്തോ വന്നെയാണ്. 40 രൂപ 80 രൂപ ചോദിച്ചു. 80 ഫസ്റ്റ് ഒരാൾ ചോദിച്ചപ്പോൾ ഏട്ടൻ 80 രൂപ പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസീവായി തോന്നിയുകൊണ്ട് വേറെ ഓട്ടോ വാങ്ങി. അപ്പോൾ അത് 60ആയി. പിന്നെ ഒരു ഓട്ടോ കഴിയുമ്പോൾ 40 പറഞ്ഞിട്ടാണ് നമുക്ക് കയറിപ്പോയി. പക്ഷെ മീറ്റർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. 35 മീറ്ററിലായി. ഈ സാഹചര്യത്തിൽ അധികം മേടിക്കുന്നുണ്ട് പലരും. പ്രത്യേകിച്ചും യാത്രക്കാർ അധികമായി ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷകളിലാണ് കൂടുതൽ പരിശോധന നടക്കുന്നത്.
ഫെയർ മീറ്റർ വർക്ക് ചെയ്യിപ്പിക്കുക, ഫെയർ മീറ്ററിൽ കൂടുതൽ ചാർജ് മേടിക്കുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ നടപടിയെടുക്കുക. കൂടാതെ കോർപ്പറേഷൻ പരിധിയിൽ പെർമിറ്റില്ലാതെ ഓടുന്ന വാഹനങ്ങളെ കണ്ടുപിടിച്ച് നടപടിയെടുക്കുക. ഇതൊക്കെയാണ് പ്രധാന പരിപാടികൾ. കൂടാതെ ഫിറ്റ്നസ് ഇല്ലാതെ വരുന്ന സ്കൂൾ ബസ്സുകൾ, മറ്റ് യാത്രാ വാഹനങ്ങൾ, ഇവയ്ക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും പറയേണ്ട ഒരു പ്രധാന കാര്യം, പല ആൾക്കാരും, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 300 മീറ്റർ ഇപ്പുറയാണ്. പല ആൾക്കാർ റെയിൽവേ സ്റ്റേഷൻ നടന്നു വന്ന് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഞങ്ങളിലൊരു വിശ്വാസം കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ഓട്ടോ പിടിച്ചു പോകുന്ന ഒരു കാഴ്ചയും കൂടി ഇവിടെ മുമ്പേ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും MVD ഒരു വിശ്വാസം കൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിലും ഈ ഒരു ചെക്കിങ് കാരണമായി എന്ന് അറിഞ്ഞതിലും വളരെ സന്തോഷം. പേരെന്തൊക്കെയാണ്?